ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു പുതിയ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമുനാണ്. അപ്പം ഗുലാബ് ജാമുൻ നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നമ്മളുടെ ബ്രെഡ് എടുത്ത് നമ്മുടെ കട്ടിംഗ് ബോർഡിലിട്ടിട്ട് അതിൻ്റെ സൈഡിലുള്ള ഇതുപോലത്തെ ബ്രൗൺ പോലത്തത് നമുക്ക് ആവശ്യമില്ല. നമുക്കൊന്ന് മുറിച്ച് കളയാം. എല്ലാത്തിലും ഇതുപോലെ ചെയ്താൽ മതി. നമുക്കിതിൻ്റെ വൈറ്റ് കളർ മാത്രമേ ആവശ്യമുള്ളൂ. നമുക്കിതിൻ്റെ ബ്രൗൺ വേണ്ട. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് മുറിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ തന്നെ മുറിക്കണം. ഇതുപോലെ മുറിച്ച് കളഞ്ഞ് എല്ലാം ഇതുപോലെ തന്നെ എടുക്കണം. നമുക്ക് ഇതിൻ്റെ ഈ ബ്രൗൺ കളറാണെങ്കിൽ നമുക്ക് വെറുതെ തിന്നാം. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത്, ഇനി നമ്മൾ ഇത് മാവാക്കും. അതായത് നമ്മുടെ ചപ്പാത്തി കുഴയ്ക്കുമ്പോഴത്തെ മാവില്ലേ, അതുപോലെയാണ് ആക്കാൻ പോകുന്നത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഇതുപോലെ എല്ലാവരും ചെയ്യണം. നമ്മുടെ ബ്രെഡ് ഗുലാബ് ജാമുൻ ഇതുപോലെയാണ് നമ്മളിങ്ങനെ ചെയ്യുള്ളത്. ഇതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്തത് നമ്മുടെ ബ്രെഡിനെ ഇനി നമ്മൾ പൊടി പോലെ ആക്കുക. നമുക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ചെടുത്താലും മതി. ഞാൻ ഇപ്പോൾ കൈ കൊണ്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇതുപോലെ എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കണം. ഇതുപോലെ പൊടിച്ചെടുക്കണം. ഇനി ഇതിൽ നമുക്ക് കുറച്ച് പാലൊഴിച്ചെടുക്കാം. നമ്മളെ കാച്ചിയ പാലല്ല, അല്ലാത്ത പാലാണ് ഒഴിക്കുന്നത്. ആ പാലൊഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെയാണ് ഞാൻ പറഞ്ഞത്, ചപ്പാത്തിയുടെ മാവ് പോലെ ഇനി അങ്ങനെ കുഴയ്ക്കണം. ഇതുപോലെ ആവശ്യത്തിന് പാലൊഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്യണം. കുറച്ച് പാലൊഴിച്ച് നല്ലതുപോലെ മിക്സ് ആകുമ്പോഴത്തേക്കും അത് ചപ്പാത്തിയുടെ പരുവത്തിൽ വരും. ഇതുപോലെ നല്ലപോലെ കുഴയ്ക്കണം. അപ്പോൾ ദാണ്ട് ഇതുപോലെ ഇനി കയ്യിൽ കുറച്ച് എണ്ണ തൂവിയിട്ട് നമ്മളിനി ഓരോ കുഞ്ഞു ബോൾസായിട്ട് മാറ്റും. ഇതുപോലത്തെ സൈസിൽ കുഞ്ഞു ബോളാക്കി മാറ്റും. ഇതുപോലെ ശരിക്കും ഇങ്ങനെ എണ്ണ തൂവിയിട്ട് വേണം ചെയ്യാൻ. ഇനി നമ്മൾ കുറച്ച് പഞ്ചസാര എടുത്ത് നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാം. ഞാൻ 4 സ്പൂണാണ് പഞ്ചസാര ഇട്ടത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ പഞ്ചസാര പാനീയമാക്കാം. ഇനി നമ്മൾ ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഉരുട്ടി വെച്ച ബോൾസ് അതിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുക. ഇതൊരു ഗോൾഡൻ ഒരു ബ്രൗൺ കളറിലെത്തുമ്പോഴത്തേക്കും നമുക്കത് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് നമ്മുടെ പഞ്ചസാര പാനി ഇങ്ങനെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് 4-5 ഏലയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ തിളച്ച് വരും. അപ്പോഴത്തേക്കും നമ്മളുടെ ഇതുപോലെ നല്ലോണം തിളച്ച് വരുമല്ലോ, അപ്പോഴത്തേക്കും നമ്മളുടെ ഈ പൊരിച്ച് വന്ന ഈ ബോൾസ് ആണെങ്കിൽ നമ്മൾ ഈ പഞ്ചസാര പാനിയിൽ ഇട്ട് കൊടുക്കും. ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് മാത്രമേ നിങ്ങൾ അതിലേക്ക് ഇടാവൂ, പഞ്ചസാര പാനിയിലേക്ക് ഇടാവൂ. കണ്ടോ, ഇതുപോലത്തെ ഒരു കളറാണ് വേണ്ടത്. ഇത്തിരി കൂടെ ബ്രൗണും ആക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ബ്രൗൺ കളറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക്
കുറച്ചെടുത്തിട്ട് എണ്ണയൊക്കെ ഒന്ന് മാറ്റി ഇതുപോലെ ആക്കിയിട്ട് നമുക്കിനി നേരെ നമ്മളുടെ പഞ്ചസാര പാനിയിൽ ദാണ്ട് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അടുത്തത് എടുത്ത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ അങ്ങനെ മാറ്റി കൊടുക്കുക. ഇനി ഇത് 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം കഴിച്ചേക്ക് നല്ല ടേസ്റ്റാണ്, നല്ല പഞ്ഞി പോലെ കിട്ടും. അല്ലാതെ ഇത് ഇട്ടതിന് ശേഷം ഉടനെ തന്നെ കഴിച്ചാൽ നല്ല കട്ടിയായിട്ടിരിക്കും. 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ്, ഒരുപാട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് എടുത്തത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ബ്രെഡ് ഗുലാബ് ജാമുൻ. അപ്പം എല്ലാവർക്കും ബൈ. ഇതുപോലെയാണ് നമ്മളുടെ പഞ്ഞി പോലെ നമുക്കിതുപോലെ കിട്ടി. അപ്പോഴും ബൈ.